ഹായ് ഗെയ്സ്, അപ്പോൾ ലൈവൊക്കെ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഫേവറേറ്റ് അല്ലെങ്കിലും ഇക്കാനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പത്തിരി ബീഫ് കറിയാണ്, പക്ഷേ പത്തിരിയും ചിക്കൻ കറിയാണ്. അങ്ങനെ അത് കഴിച്ചു. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ മാർക്കറ്റിലോട്ട് പോവാണ് കേട്ടോ. സ്വത്തും മോളൊക്കെ ഉറങ്ങി കിടക്കുന്നുണ്ട്. അവരെ പൂട്ടിയിട്ട് ഞങ്ങൾ മാർക്കറ്റിലോട്ട് ചെന്നതും അങ്ങനെ അവിടുന്ന് മീനൊക്കെ കിട്ടി. ആ മീനും കൊണ്ട് നേരെ അങ്ങോട്ട് തിരിക്കുകയാണ് കേട്ടോ. എന്തോരം ചൂടാണ് എൻ്റെ റബ്ബോ. ചൂടെന്ന് പറഞ്ഞാൽ ഒരു 110 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എത്രയെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എൻ്റെ തെറ്റിൻ്റെ ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ മീനിനെ അങ്ങോട്ട് ഫ്രീസറിലോട്ട് കയറ്റിട്ടോ. ചെമ്മീനെ ടൈമില്ല, ഒരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ സ്വത്ത് എണീച്ച് ഞങ്ങൾ വന്നിട്ടാണ് കേട്ടോ സ്വത്ത് എണീച്ച അങ്ങനെ സ്വത്തൂനെ അങ്ങോട്ട് മക്രൂണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുത്ത് അങ്ങനെ മത്തിയൊക്കെ ഇങ്ങോട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടോ. മത്തി എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റ് മത്തി കേട്ടോ. എത്രയും നല്ല മത്തി ഒത്തിരി നാളായിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ മത്തിനെയൊക്കെ അങ്ങോട്ട് മസാലയൊക്കെ തേച്ച് വെച്ച് അങ്ങനെ പൊരിച്ചും ഒരു മത്തിയും കൊണ്ട് ഒരു കറി ഉണ്ടാക്കി അങ്ങനെ വെച്ചു. അങ്ങനെ നേരെ ഫംഗ്ഷന് പോകാനുണ്ട്. ഇത് സൺഡേ വീഡിയോസാണ്. എനിക്ക് കുറച്ച് വൈകിട്ടോ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കുറേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ മീനൊക്കെ എല്ലാം സെറ്റപ്പാക്കി പൊരിച്ച് പകുതി മീൻ അങ്ങോട്ട് ഫ്രിഡ്ജിക്കും അങ്ങോട്ട് സെറ്റപ്പാക്കി അങ്ങനെ ഞങ്ങൾ വേറൊരു ഫംഗ്ഷനിലോട്ട് പോവാണ് ഗെയ്സ്. അപ്പോൾ അത്രയ്ക്കുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം.